ഇങ്ങനെ ബലൂണിന് മുകളിൽ നനഞ്ഞ പേപ്പർ ഒട്ടിച്ച് അതിങ്ങനെ വിരലിനിടയിൽ തിരികെ ബ്ലേഡ് കൊണ്ട് കീറുന്ന ഒരു പരിശീലനം ഉണ്ടായിരുന്നു. അത് പണ്ട് പോക്കറ്റ് അടിക്കാർ നടത്തുന്ന പരിശീലനമായിരുന്നു. പോക്കറ്റ് കീറി പേഴ്സ് എടുക്കാൻ. ആ പോക്കറ്റ് അടിക്കാലമൊക്കെ പോയി. കാരണം ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ച് മാറ്റിയാലും അതിൽ പൈസയൊന്നും കാണില്ലെന്നേ. എല്ലാ പൈസയും ഇപ്പോൾ ഡിജിറ്റലായില്ലേ. ഇങ്ങനെ നമ്മൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന പണമാണ് ചൈന പോക്കറ്റ് അടിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ത്യക്കുമേൽ ചൈനക്കാരൻ്റെ വൻ സാമ്പത്തിക ആക്രമണം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1000 കോടിയോളം രൂപയാണ് ചൈനക്കാർ ഇന്ത്യയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ അടിച്ചുകൊണ്ടുപോയത്. ഈ തട്ടിപ്പിനിരയാകുന്നവരിൽ ഏറിയ പങ്കും മലയാളികളും. 6 മാസത്തിനിടയിൽ കേരളത്തിൽ നിന്ന് ചൈനീസ് തട്ടിപ്പ് സംഘങ്ങൾ അടിച്ചുമാറ്റിയത് ഏതാണ്ട് 300 കോടിയോളം രൂപയാണ്. കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെയും വിർച്വൽ അറസ്റ്റിന്റെയും കെണിവലയൊരുക്കി. അതിവിദഗ്ധമായാണ് ചൈനയുടെ കളികൾ. ചൈനയിലിരുന്നല്ല തട്ടിപ്പ്. കംബോഡിയ, തായ്ലൻഡ്, മ്യാൻമാർ, വിയറ്റ്നാം പോലുള്ള തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ തമ്പടിച്ചാണ് ചൈനക്കാരൻ്റെ ഓപ്പറേഷൻ. തടവറ പോലെയുള്ള കെട്ടിടങ്ങളിൽ കേരളത്തിൽ നിന്നടക്കമുള്ള യുവാക്കളെ ഉപയോഗിച്ചാണ് ഓൺലൈൻ തട്ടിപ്പിൻ്റെ വലവിരിച്ച് ഇരകളെപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നത്. നമ്മുടെ വിമാനത്താവളങ്ങൾ വഴി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ പല യുവാക്കളും തിരിച്ചെത്തിയിട്ടില്ല. കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായൊരു കണ്ടെത്തലാണ് നടത്തിയത്. അങ്ങനെ പോയ പല യുവാക്കളും മ്യാൻമാറിലും കംബോഡിയയിലുമൊക്കെ ചൈനക്കാരൻ്റെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ കഴിയുകയാണ്. ഇത്തരം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാർ സംസ്ഥാനത്ത് തന്നെയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടുപോയ ഒരു യുവാവിൻ്റെ പിതാവ് പറയുന്നത് കേൾക്കുക. തായ്ലൻഡിക്ക് പിന്നെ അവർ ജോബ് കണ്ട് IT മേഖലയിലെ കുട്ടികളാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ആണ് അവരെ പരിപാടി. അവിടെ ആളുകൾ അവിടെ പോയി പെടുന്നുണ്ട്. ഇതേമാതിരി മലയാളികൾ ചെക്കന്മാർ അതേമാതിരി IT മേഖലയിൽ പഠിച്ച കുട്ടികളെയാണ് അവർ കൊണ്ടുപോകുന്നത്. സ്ത്രീകളെയും കൊണ്ടുപോകുന്നുണ്ട്. എമിഗ്രേഷൻ വിഭാഗത്തിന്റെ പക്കൽ നിന്ന് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം നാടുവിട്ടുപോയ മലയാളികളുടെ പട്ടിക എടുത്തിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പോലീസിന് ലഭിച്ചത്. ടൂറിസ്റ്റ് വിസയിൽ പോയി മുങ്ങി കംബോഡിയയിൽ അടക്കമുള്ള ചൈനീസ് തട്ടിപ്പ് കേന്ദ്രങ്ങളിലുള്ളത് 1000-ഓളം മലയാളി യുവാക്കൾ. തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മടങ്ങിയെത്തിയവരെ കൂടി ചേർക്കുമ്പോൾ ഈ പട്ടികയുടെ എണ്ണം 2000 കടക്കും. ഈ യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അന്വേഷണം നടത്തുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കളെ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്ത് തന്നെ ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ പോക്കറ്റടിയല്ല. ചൈന ഇന്ത്യയോട് നടത്തുന്ന വലിയ പോക്കറ്റടി യുദ്ധം തന്നെയാണ്. സൈബർ ഇടങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ലിങ്കുകളിലും വീഡിയോ കോളുകളിലും ഒക്കെ പെട്ട് പണം നഷ്ടപ്പെടുത്തുമ്പോൾ ആ കോടികൾ മുഴുവൻ പോകുന്നത് ചൈനക്കാരൻ്റെ പോക്കറ്റിലേക്കാണെന്ന് ആലോചിക്കണം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.